ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. പ്രിയപ്പെട്ടവരെ, ഗലീലയിലെ പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ യേശു പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം പുതിയ നിയമത്തിലും വ്യത്യാസമില്ല എന്ന് വരുത്തിക്കൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് കർത്താവ് ആവശ്യപ്പെട്ടു. പുതിയ പുതിയ വിശ്വാസികൾക്ക് നവീന ആശയങ്ങളുമായിട്ട് സുവിശേഷ പന്തലിൽ ചാഞ്ചാട്ടം നടത്തുന്ന ആളുകൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തതും സ്വർഗത്തിൽ പോകുവാൻ പ്രതിജ്ഞാബദ്ധതയുള്ള വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറ്റവും ആഹ്ലാദം നൽകുന്നതുമായ ഒരു മനോഹരമായ ആത്മീയ സത്യമാണ് മർക്കോസ് 1:15 എഴുതപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന്. മർക്കോസ് 1:15 പറഞ്ഞ ആശയം ലൂക്കോസിലേക്ക് ചെന്നപ്പോൾ 16-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ സ്നാപകൻ വരെ ആയിരുന്നു എന്നും അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു എന്നും നാം വായിക്കുന്നു. മർക്കോസ് 1:15 അതേ ആശയം തന്നെയാണ് കുറച്ചുകൂടി ആത്മാവിൽ കയറത്തക്കവണ്ണം ലൂക്കോസ് 16:16 പറഞ്ഞത്. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം സ്നാപക യോഹന്നാൻ വരെ ആയിരുന്നു, അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലമായപ്പോൾ ദൈവരാജ്യത്തെ സുവിശേഷിക്കുവാൻ തുടങ്ങി. അതുവരെ ദൈവരാജ്യത്തെ തന്നെയാണ് സുവിശേഷിച്ചതെങ്കിലും ന്യായപ്രമാണത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയുള്ള ആശയങ്ങളായിരുന്നു. പ്രവാചകന്മാരുടെ സ്വഭാവം അങ്ങനെയായിരുന്നു, അവർക്ക് കൊടുത്ത നിർദ്ദേശം അങ്ങനെയായിരുന്നു. എന്നാൽ യേശു വരുന്നതിന് വേണ്ടി വഴിയൊരുക്കുവാൻ എത്തിയ സ്നാപക യോഹന്നാൻ ദൈവരാജ്യത്തെ സുവിശേഷിക്കുവാനുള്ള ആഹ്വാനവുമായിട്ടാണ് കടന്നു വന്നത്. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും എവിടം വരെ ആയിരുന്നു എന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ട്. സ്നാപക യോഹന്നാൻ വരെ ആയിരുന്നു. മത്തായി 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ആ സത്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി 11:13 സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെയാണ് പ്രവചിക്കപ്പെട്ടത് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ സകല പ്രവാചകന്മാരും എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ ന്യായപ്രമാണവും എന്നും എഴുതിയിരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, യഹോവയായ ദൈവം ന്യായപ്രമാണം ആരിലൂടെയാണ് നമുക്ക് തന്നത് എന്നത്. മോശ മുഖാന്തരമാണ്. എന്നാൽ ന്യായപ്രമാണം മോശ മുഖാന്തരമാണ് തന്നതെങ്കിൽ കൃപ മോശ മുഖാന്തരമല്ല തന്നത്. സത്യവും കൃപയും തന്നത് യേശു മുഖാന്തരമാണ്. എല്ലാവരും വിചാരിച്ചു മോശ മുഖാന്തരം തന്നെ ന്യായപ്രമാണത്തോടൊപ്പം കൃപയും തന്നു എന്ന് വിചാരിച്ചു. ഫരിസേയർ അങ്ങനെ വിചാരിച്ചു. യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഫരിസേയരും ശാസ്ത്രിമാരും വിശ്വസിക്കുന്നു. ആ കാലഘട്ടത്തിലെ BC-യിലെ ഫരിസേയരെല്ലാം അങ്ങനെ വിശ്വസിക്കുന്നു. വേറെ ഒരു ദൈവമില്ലാത്തത് കൊണ്ട് വേറെ ഒരു ദൈവപുത്രൻ വന്നാലും അവനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് വേറെ പ്രവാചകന്മാരെയും അംഗീകരിക്കുവാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് അവരെല്ലാവരും അങ്ങനെ മാത്രമാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ കൃപയും സത്യവുമായിട്ട് യേശു വന്നു എന്ന് പഠിപ്പിക്കുന്നിടം മുതൽ പ്രശ്നങ്ങളുണ്ടാവുകയാണ്. കൃപയുടെ ഉടമയായ യഹോവയെ കൃപ നൽകുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട
മോശയെ അതിനേക്കാൾ വലിയ പ്രവാചകത്വമോ അതിനേക്കാൾ വലിയ പ്രവാചകത്വത്തിൻ്റെ കൂടെ നിൽക്കുന്ന രോഗസൗഖ്യങ്ങളോ പിശാചിനെയും അവൻ്റെ ബന്ധുക്കളെയും ഒക്കെ പുറത്താക്കാൻ കഴിയുന്ന സാധ്യതകളോ അവയൊക്കെയും യഹോവയോട് ചേർന്ന് മോശ കഴിഞ്ഞിട്ട് മറ്റൊരു സംവിധാനത്തിലൂടെ വരും എന്നതിനെ അംഗീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഫരിസേയർക്ക് കഴിഞ്ഞില്ല. ഇന്നത്തെ ഫരിസേയർക്ക് യേശു വഴി വന്നതിൽ ഉറച്ചു നിൽക്കുവാനും കഴിയുന്നില്ല. കൃപയും സത്യവും യേശു വഴിയാണ് വന്നതെന്നും ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നും പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തുകയായിരുന്നു എന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ. കൃപയും സത്യവും യേശു മുഖാന്തരം വന്നു എന്നത് ഫരിസേയർ, അന്നത്തെ ഫരിസേയർ അംഗീകരിക്കുന്നില്ല. ഇന്നത്തെ ഫരിസേയർ യേശു വഴി വന്ന കൃപയും സത്യത്തിലും നിറഞ്ഞു നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയണം എന്നതിലേക്ക് അവരും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ ഫരിസേയർ എന്ന് പറയുന്ന അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. അന്നത്തെ ഫരിസേയർ ന്യായപ്രമാണത്തെ വിശ്വസിച്ചു, മോശ പറഞ്ഞതിനെ അംഗീകരിച്ചു, ഒരു രക്ഷകൻ വരും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു കാലിത്തൊഴുത്തിൽ പൂജാതനാകാൻ പോകുന്നവനും ഒരു കുരിശിൽ തറയ്ക്കപ്പെട്ട് നിസ്സഹായനായി കൊല്ലപ്പെടുന്നവനുമായ ഒരുവനായിട്ടാണ് കൃപയും സത്യവും വരുന്നത് എന്നത് മോശയുടെ ന്യായപ്രമാണം പഠിച്ചപ്പോഴും പഠിപ്പിക്കപ്പെട്ടപ്പോഴും പിന്നെയും പിന്നെയും ആരാധിച്ചപ്പോഴും ഒക്കെ അവർക്ക് പിടികിട്ടാതെ പോയി. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യത്തിൽ നമ്മൾ വീണ്ടും പറയട്ടെ, ദൈവത്തെ ഫരിസേയരാരും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നു പിതാവിനെ എന്ന സത്യം വേദപുസ്തകത്തിൽ യോഹന്നാൻ 1:17-18 പറയുന്നു. യോഹന്നാൻ സ്നാപകൻ വരെ എത്തി നിൽക്കുന്ന സുദീർഘമായ ഒരു കാലഘട്ടത്തിന് BC-ക്ക് തിരശ്ശീല വീഴുകയാണ് യേശുവിൻ്റെ വരവോടുകൂടി. യോഹന്നാൻ സ്നാപകൻ വരെ എത്തി നിൽക്കുന്ന ആധ്യാത്മികത എന്ന് പറയുന്നത് കാണാമറിയത്തിരിക്കുന്ന ദൈവത്തെ കാണുന്ന മോശയിലൂടെയും മോശ പഠിപ്പിച്ച 10 പ്രമാണങ്ങൾ മുതൽ അനേകം ചെറിയ ചെറിയ ഉപനിയമങ്ങൾ വഴി ആ അനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ ആത്മാവിൻ്റെ ഒരു അഗ്നിസ്പർശം ഉണ്ടാകുന്ന വിധത്തിൽ അനുഭവപ്പെടുന്നതിനപ്പുറത്ത് പച്ചയായ ഒരു കാഴ്ചയ്ക്ക് ദൈവം തനിക്ക് ദർശനം നൽകും എന്നതൊന്നും ആ കാലഘട്ടത്തിലെ ആളുകൾ വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യോഹന്നാൻ സ്നാപകൻ വരെ എത്തി നിൽക്കുന്ന സുദീർഘമായ ഒരു കാലഘട്ടം പഴയ നിയമ കാലഘട്ടത്തിന് തിരശ്ശീല വീണു. ക്രിസ്തു മുതൽ മറ്റൊരു കാലഘട്ടം ഉണ്ടാവുകയാണ്. AD പ്രസവിച്ച് വീഴുകയാണ്. അപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകൻ വരെയുള്ളവർ പ്രസംഗിച്ചു കൊണ്ടിരുന്നത് അടിസ്ഥാനപരമായി എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ന്യായപ്രമാണം നൽകുന്ന ദൈവരാജ്യമാണ്. ന്യായപ്രമാണം ചെയ്യുന്ന ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്നെ ഒന്ന് പ്രൈസ് ദ ലോർഡ് എന്നോ ഹല്ലേലൂയ എന്നോ സ്തുതിയെന്നോ സ്തോത്രമെന്നോ ഗുഡ് മോർണിംഗ് എന്നോ പറഞ്ഞ് വിഷ് ചെയ്താൽ, അങ്ങനെ ചെയ്താൽ മാത്രം ഞാൻ തിരിച്ചു ചെയ്യും, വിഷ് ചെയ്യും, അല്ലെങ്കിൽ ഇല്ല. ന്യായപ്രമാണം നൽകുന്ന ഒരു രീതി അതായിരുന്നു. യേശു വന്നതോടുകൂടി സുവിശേഷ ദർശനങ്ങൾക്ക് സാധ്യത മാറി. പഴയ നിയമകാല സംഭവങ്ങൾക്കെല്ലാം മങ്ങലുണ്ടായി. പ്രവാചക പരമ്പരയിൽ അവസാനത്തെ കണ്ണിയായ യോഹന്നാൻ സ്നാപകൻ ന്യായപ്രമാണത്തിന് ഒരു നവീകരണം വരുത്തുകയല്ല ചെയ്തത്, മാനസാന്തരത്തിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത്. പഴയ നിയമകാലത്ത് പ്രസംഗിക്കപ്പെട്ട സുവിശേഷത്തിലെ മാനസാന്തരമെന്ന ആശയത്തെ വിശുദ്ധീകരിച്ച് കൊണ്ടുപോവുകയല്ല ചെയ്തത്, അത് അടിമുടി വാർത്ത് കളയുകയാണ് ചെയ്തത്. മാനസാന്തരത്തിന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ആളുകൾക്ക് ദഹിക്കാതെ പോയതിൻ്റെ കാരണം
കാലം തികഞ്ഞു, മോശ അവതരിപ്പിച്ച ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നല്ല യേശു പ്രസംഗിച്ചത്. കാലം തികഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പഴയ നിയമകാലം തീർന്നെന്നും പുതിയ നിയമകാലം ആരംഭിച്ചു എന്നും ഇനിയിപ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ കൂടെയാണെന്നും ദൈവം നിങ്ങളുടെ കൂടെയാണെന്നും ഞാൻ നിങ്ങളുടെ ദൈവമാണെന്നും നിങ്ങളെപ്പോലെ ഒരുവനായിട്ട് കൂടെ വരികയാണെന്നും നിങ്ങളുടെ പാപം നേരിട്ട് മോചിപ്പിക്കുവാൻ ഞാനിതാ റെഡിയായി നിൽക്കുന്നു എന്നും നിങ്ങളുടെ ശാപങ്ങളെല്ലാം എടുത്തു മാറ്റുവാൻ ഞാനിപ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണെന്നും നിങ്ങൾ വേണ്ടത് ഒന്നേ ഉള്ളൂ, അനുദപിക്കുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ മതി എന്ന് പറയുകയായിരുന്നു മർക്കോസ് 1:15 ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് പഴയ നിയമ യുഗത്തിൽ ആ കാലത്തിന് യോജിച്ച വിധത്തിലായിരുന്നു. നമ്മുടെ കൊച്ചുകുട്ടികൾ പ്ലേ സ്കൂളിലോ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ ഒക്കെ പഠിക്കുന്ന കാലത്ത് ആ കാലഘട്ടത്തിലെ അധ്യാപകർ പഠിച്ചു കൊടുക്കുന്ന പാട്ടും ഡാൻസും കളികളും ഒത്തിരി കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളും അവർക്കെപ്പോഴും ആഹ്ലാദമാണ്. സീരിയസ് ആകാൻ അവർക്ക് കഴിയുകയില്ല. അവർക്ക് ഓടി കളിക്കണമെന്നുള്ള ചിന്തയും ഉറങ്ങണമെന്ന ചിന്തയും കളിപ്പാട്ടങ്ങളെ മാതാപിതാക്കന്മാരെക്കാൾ കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു രീതിയുമാണ് അവർക്കുള്ളത്. പഴയ നിയമ യുഗത്തിൽ മാനസാന്തരം അതിൻ്റെ പൂർണ്ണതയിൽ വന്നില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ദൈവത്തിന് അവരുടെ ഉള്ളിൽ വന്ന് വസിക്കുവാനുള്ള ആശയസമ്പുഷ്ടമായ കാര്യമുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ വന്ന് വസിച്ചിരുന്നില്ല. ചില ആളുകളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് വരികയും പോവുകയും ചെയ്തു. ഗിദെയോനെ പോലെയുള്ളവരെ ആരോഗ്യവാന്മാരെ സൃഷ്ടിച്ചു. സങ്കീർത്തനം എഴുതിയ പലരിൽ ഒരുവനായി ദാവീദിനെ പോലെയുള്ളവരെ ചില കല്ലും കവണയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി കാണിപ്പിച്ചു. എന്നതെല്ലാം ഒരു പീഠിക അഥവാ ഒരു മുഖവുര അഥവാ ഒരു അവതാരിക പോലെ, പുതിയ നിയമത്തിനൊരു അവതാരിക പോലെ, ഒരു പീഠിക പോലെ, പക്ഷെ 39ഓളം അമക്കൻ പുസ്തകങ്ങളിൽ നിറച്ചും എഴുതി വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് സുവിശേഷത്തിൻ്റെ അവതരണമുണ്ടാവുകയും ദൈവരാജ്യം എന്ന കൺസെപ്റ്റ് ഇറങ്ങി വരികയും ചെയ്തത്. സുവിശേഷം അവിടെ പ്രസംഗകനല്ല ഉള്ളത്, മരിക്കുന്നവനാണുള്ളത്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ അല്ല ഉള്ളത്, അത്ഭുതമായവൻ തന്നെ സുവിശേഷത്തിൽ നമ്മുടെ മുമ്പിൽ വരികയാണ്. നീ ചെയ്തിട്ടുള്ള ഏതെല്ലാം കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ ഏത്തം ഇടുകയോ മുട്ടയെ കുത്തി പ്രാർത്ഥിക്കുകയോ ചെയ്താൽ ഞാൻ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തരാം എന്ന് പറയുന്നവനല്ല ഉള്ളത്. നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും നിന്നെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ നിൻ്റെ പാപങ്ങൾ, അല്പം ഒരു അനുതാപ സ്വഭാവം നിനക്കുണ്ടായാൽ രൊക്കം തന്നെ മാറ്റി തന്നുകൊണ്ട്, എത്ര പിശാചുക്കൾ നിന്നെ കബളിപ്പിക്കുവാൻ വന്നാലും അവരെല്ലാം മാറ്റിക്കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ അങ്ങോട്ട് മാറുകയാണ്. അത് നമ്മുടെ കർത്താവിൻ്റെ കാലം അന്നോ ഡോമിനി AD, അതിൻ്റെ ഫുൾ ഫോം അന്നോ ഡോമിനി. അതിൻ്റെ അർത്ഥം മലയാളത്തിൽ നമ്മുടെ കർത്താവിൻ്റെ കാലം. AD പെറ്റു വീഴുകയാണ്, നമ്മുടെ കർത്താവിൻ്റെ കാലം വരികയാണ്. കാലഘട്ടത്തെ രണ്ടായിട്ട് വിഭജിച്ച് കഴിഞ്ഞു. ദൈവത്തെ മാത്രം വിഭജിച്ചിട്ടില്ല, പ്രസ്ഥാനങ്ങളെയും ആശയങ്ങളെയും എല്ലാം വിഭജിച്ച് കഴിഞ്ഞു. ചരിത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി യഹോവ എന്നതിന് പകരം, മോശ എന്നതിന് പകരം യഹോവ തന്നെയായ മോശ പഠിപ്പിച്ചതായ ആശയത്തിൻ്റെയും വചനത്തിൻ്റെയും മൂർത്തിയായ സാക്ഷാൽ ക്രിസ്തു ചരിത്രത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ക്രിസ്തു ഒരു കാലബോധം നമുക്ക് തരികയാണ്. ആ കാലബോധം എന്താണ്? ഇപ്പോൾ നിങ്ങൾ വാച്ചിൽ നോക്കുമ്പോൾ ഇന്നത്തെ സമയബോധം കിട്ടും. 12 മണിയാകാൻ ഏകദേശം 10 മിനിറ്റുണ്ട്.
ഇതുപോലെ കാലത്തെക്കുറിച്ചൊരു ബോധം തരികയാണ്. തികഞ്ഞു. അതാണ് ആ ബോധം. ദൈവത്തിന് നിങ്ങളെ അഭിമുഖം കാണുവാനുള്ള കാലം തികഞ്ഞിരിക്കുന്നു. ദൈവത്തിന് നിങ്ങളുടെ നേർച്ച കാഴ്ചകൾ കണ്ട് പ്രസാദിക്കുന്നതിന് പകരം നിങ്ങളുടെ പാപത്തിൻ്റെ വടുക്കളും വേദനകളും നൊമ്പരങ്ങളും കണ്ട് സഹതപിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഇതാ ഞാൻ സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ഉള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന, അവിടെ ന്യായപ്രമാണത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കൃപയെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ വന്ന് നിന്ന് ഹിന്ദിയിലോ തമിഴിലോ തെലുങ്കിലോ ഒരാൾ വചനം പ്രസംഗിച്ചാൽ ഹിന്ദിയും തമിഴും തെലുങ്കുമൊക്കെ കുറച്ച് അറിയാവുന്നവരും, തമിഴും തെലുങ്കും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുടെ ഭാഷയായതുകൊണ്ടും തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ അത്തരം ആളുകൾ കുറച്ചധികം ഇടപെട്ട് ജീവിക്കുന്നുകൊണ്ടും നമ്മൾ അല്പമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കും. എന്നാൽ പച്ച മലയാളത്തിൽ പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നത് പോലെ ഒരു വലിയ സന്തോഷം, അതിനേക്കാൾ വലിയ സന്തോഷം ബഹുവിധ ഭാഷകളിൽ, മനസ്സിലാകാത്ത ഭാഷകളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നൊരു പ്രസംഗകൻ പെട്ടെന്ന് തന്നെ മാതൃഭാഷകളിൽ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പ്രസംഗിക്കുമ്പോൾ, കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരാനന്ദം പോലെ പഴയ നിയമം ന്യായപ്രമാണ യുഗം അതിൻ്റെ ശൈലിയായിരുന്നു. ഇപ്പോഴിതാ കൃപ വന്നിരിക്കുകയാണ്. ഇമ്മാനുവേൽ എന്ന് ദൈവത്തെ കാണുവാനും വിളിക്കുവാനും മത്തായി 1:22 അങ്ങനെ വിളിച്ചു. ഇമ്മാനുവേൽ എന്ന് വിളിക്കാൻ അവസരം കിട്ടുകയാണ്. അന്ന് വരെ പ്രഘോഷിച്ചത് വാർത്തയായിരുന്നു. ഇപ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങുന്നത് സുവിശേഷമാണ്, സദ്വാർത്തയാണ്, ഗുഡ് ന്യൂസാണ്. ന്യായപ്രമാണം എന്ന വാക്യത്തിൻ്റെ എതിരർത്ഥമല്ലെങ്കിലും ഒരു തിരുത്തലർത്ഥമായ ഗുഡ് ന്യൂസ് ഇതാ വരാൻ പോകുന്നു. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ നടക്കാൻ പോവുകയാണ്, സദാസമയം നമ്മുടെ കൂടെ നടക്കാൻ പോവുകയാണ്. അങ്ങനെ പുതിയ ഒരു യുഗം വരുമ്പോൾ കാൽവരിയിൽ ക്രിസ്തു പൂർത്തിയാക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ രക്ഷാകര ദൗത്യം ദൈവരാജ്യത്തെ സുന്ദരമായി കൈവെള്ളയിൽ വരച്ചു വെച്ച് തരാൻ പോകുന്ന ഒരനുഭവത്തിലേക്ക് വരികയാണ്. AD 30 വർഷം കാൽവരി ക്രൂശിൽ സകലതും പൂർത്തിയാക്കി യേശു. യോഹന്നാൻ 19:30 പറയുന്ന പോലെ സകലതും അവിടെ പൂർത്തീകരിച്ചു. രക്ഷയ്ക്ക് വേണ്ടി ത്രിയേക ദൈവം എന്തെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നുവോ, അങ്ങനെ മനുഷ്യന് നിത്യതയിലെത്തി ജീവിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ആഗ്രഹിച്ചിരിക്കുന്നോ അതെല്ലാം യോഹന്നാൻ 19:30 എഴുതിക്കൊണ്ട് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് ഇംഗ്ലീഷിൽ, സകലതും നിവൃത്തിയായി എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് കാൽവരി ക്രൂശിൽ നാഥൻ എല്ലാം ചെയ്യുകയാണ്. പഴയ നിയമത്തിലെ താളിയോല ഗ്രന്ഥങ്ങൾ ഓരോന്നും എടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 പ്രമാണങ്ങൾ നിങ്ങൾ അനുസരിക്കണം, ഇല്ലെങ്കിൽ കുഴപ്പമാണ്. 613 സഹനിയമങ്ങൾ നിങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകും. നിങ്ങൾ കൊന്നാൽ നിങ്ങളെയും കൊല്ലും, നിങ്ങൾ കൊന്നില്ല മറ്റേതെങ്കിലും പാപം ചെയ്താലും മരണശിക്ഷ നിങ്ങൾക്കുണ്ട്. ഈ തരത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ന്യായപ്രമാണ രാജ്യം ദൈവരാജ്യമായിട്ട് വരികയാണ്. സുവിശേഷം പൂർണ്ണമായും ലഭിക്കാൻ പോവുകയാണ്. രക്ഷാകര ദൗത്യമെന്ന് അതിനെ വിളിക്കാം. കാൽവരി ക്രൂശിൽ ദൈവം തമ്പുരാൻ ആവിഷ്കരിച്ച രക്ഷാകര ദൗത്യം, ആ രക്ഷാകര ദൗത്യത്തിൻ്റെ വിളംബരമാണ് സുവിശേഷം എന്ന് പറയുന്നത്. പുതിയ കട ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് കരുതുക. പത്രത്തിലൂടെയും മറ്റ് മീഡിയ വഴിയും ഒത്തിരി പരസ്യമൊക്കെ ചെയ്യും. എന്നിട്ട് ഒരു തുറന്ന ജീപ്പിനകത്തോ വാനിനകത്തോ ചെണ്ടമേളത്തോടും പക്കമേളത്തോടും കൂടി ഒരു അഡ്വർടൈസ്മെൻറ്റുമായിട്ടൊക്കെ പോവുകയും വേണമെങ്കിൽ ചില നാടകത്തിൻ്റെ രംഗങ്ങളോ ഡാൻസിൻ്റെ രംഗങ്ങളോ ഒക്കെ ആവിഷ്കരിച്ചുകൊണ്ട് ടൗണിൽ ഒരു വിളംബര ജാഥ നടത്തിയെന്നിരിക്കും.
ഹല്ലേലൂയ. ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങൾ 2015 ഞങ്ങൾ സാറെ കാണുവാൻ ഞങ്ങൾ എറണാകുളം പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വെച്ച് സാറെ കാണുകയും പ്രാർത്ഥിക്കുകയും ദീനമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ ഇതിന് മുന്നേ സാറെ കാണാതെ മുന്നേ ഞങ്ങൾ വേറൊരു സഭയ്ക്കായിരുന്നു ഞങ്ങൾ പോയത്. വലയക്കോട് ഒരു സഭയ്ക്കാണ് ഞങ്ങൾ പോയത്. 6 കൊല്ലം ഞങ്ങൾ ആ സഭയ്ക്ക് പോയി. ഞങ്ങൾക്കൊരു മാറ്റവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മറ്റൊരു വേറൊരുത്തരെ കാണാനായിട്ട് ഞങ്ങൾ ഇടയായി. അവിടെ വാടകയ്ക്ക് പോവുകയും അവിടെ നിന്ന് ഞങ്ങൾ ഈ മുല്ലയ്ക്ക് സാറുടെ സഭയ്ക്ക് പോകുന്ന ഒരു ഫാമിലിയെ ഞങ്ങൾ കാണുകയും അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരും, ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, നമുക്കവിടെ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോവുകയും ചെയ്തു. സാറെ കാണുകയും 2015 മുല്ലയ്ക്ക് സാറുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കെടുത്ത് ബീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ കണ്ണൂർ പോയി. കണ്ണൂരിൽ ഞങ്ങൾ ധ്യാനത്തിന് 3 ദിവസം അവിടെ ഇരുന്നു. ആ 3 ദിവസത്തിലും ഒരുപാട് ബീനയെ വെച്ച് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങൾ ബീനയെ പിടിച്ചാൽ നിൽക്കില്ല, ഓടുകയും എല്ലാമായിരുന്നു. ഞങ്ങൾ ഒരുപാട് അവസ്ഥയിലായിരുന്നു, ഒരുപാട് കഷ്ടത്തിലായിരുന്നു. ദൈവം ഞങ്ങളെ ഇത്രത്തോളം മാനിച്ചു, ദൈവം ഇത്രത്തോളം ഞങ്ങളെ മാറ്റി. എത്ര നന്ദി പറഞ്ഞാലും ദൈവത്തിന് മതി വരില്ല. അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ബീനയ്ക്ക് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ട് വന്ന സാറ് എവിടെയെല്ലാം ഉണ്ടാവും അവിടെയെല്ലാം ഞങ്ങൾ പോവുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. അവിടെ വെച്ച് ഒരു ദിവസം സാറ് പറഞ്ഞു, ബീനയുടെ ഇങ്ങനെ പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ബീനയ്ക്കൊരു കല്യാണം വേണമല്ലോ സാറേ. അപ്പോൾ സാറ് അതിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, നല്ലൊരു പയ്യൻ കിട്ടും, നിങ്ങൾ ഒന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു സാറ്. പിന്നെ ഞങ്ങൾ പോയി. പിന്നെയും വേറെ കോഴിക്കോട് സാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ മീറ്റിങ്ങിന് ചെന്നപ്പോൾ സാറ് പറഞ്ഞു, നല്ലൊരു വെളുത്തിട്ട് ഒല്ലിച്ചിട്ടൊരു പയ്യനാണ്, അവളെ ഏറ്റെടുക്കുന്ന ഒരു പയ്യൻ കിട്ടും, നല്ലൊരു കുടുംബം കിട്ടും, നിങ്ങളൊന്നും വിഷമിക്കേണ്ടെന്ന് സാറ് പറഞ്ഞു. അതേ പ്രകാരം സാറ് പറഞ്ഞ അതേ പ്രകാരം വെളുത്തിട്ട് ഒല്ലിച്ചിട്ട് നല്ല ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് പ്രകാരം തന്നെ ഒരു പയ്യനെ ദൈവം ഞങ്ങൾക്ക് അയച്ചു. അതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അവർ അച്ഛനും അമ്മയും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അവർ എല്ലാ വിഷയങ്ങളും ബീനയുടെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ പറഞ്ഞു, ഏറ്റെടുത്ത് ഞങ്ങൾ നിങ്ങളെക്കാളും ഞങ്ങൾ പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞ ആ ഫാമിലി എൻ്റെ ബീനെ ഏറ്റെടുക്കുകയും ഇപ്പോൾ ഞങ്ങൾ ബീനയുടെ കല്യാണം ഏപ്രിൽ 7-ാം തീയതി തീരുമാനിച്ച് കല്യാണമാണ്. ദൈവത്തോടെ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഞങ്ങൾ അത്രയും ദൈവത്തോടെ ഞങ്ങൾക്ക് കടപ്പാടുകളുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഇത് കേട്ടവരെല്ലാവരോടും ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാനും ദൈവത്തിൻ്റെ ആ വഴിയിൽ നടപ്പാനും എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. അത് പ്രകാരം എല്ലാവരും നടക്കണം ഞാൻ വിശ്വസിക്കുന്നു. സാറിനെ പ്രാർത്ഥിച്ച സാറോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ സജി പാസ്റ്ററോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെയാണ്. ഫോൺ നമ്പർ 81 13 80 24 58.